നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് പോപ്സിക്കിൾസ് ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും അഡൽട്ട്സിനും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി പോപ്സിക്കിൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം അതൊരു മുളക് ബെറീസ് ഫ്രോസൺ ആണ്. സ്ട്രോബെറിയും ബ്ലൂബെറീസും ഉണ്ട്. തൈരാണ്, നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട്. നിങ്ങൾക്ക് പ്ലെയിൻ യോഗേർട്ട് ഇട്ടാലും മതി, ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഇട്ടാലും കുഴപ്പമില്ല, ഏതിട്ടാലും കുഴപ്പമില്ല. തൈര്. ഇതിലേക്ക് ആപ്പിൾ ജ്യൂസ് ഒഴിക്കണേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് അടുത്തത്. അതിനുവേണ്ടി പൈനാപ്പിൾസ്, ഇത് ഫ്രോസൺ ആണ്. പൈനാപ്പിൾസ് ഉണ്ട്, ഫ്രോസൺ മാംഗോ ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ട്. അത് മൂന്നും കൂടെയാണ്. നിങ്ങൾക്ക് ഫ്രഷ് ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ എൻ്റെ ഈ ഫ്രോസൺ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തതാണ്. ഇത് കോക്കനട്ട് മിൽക്കാണ്. ഇത് ക്യാനിൽ വാങ്ങിച്ചതാണ്, പിഴിഞ്ഞെടുത്തതല്ല. പിഴിഞ്ഞെടുക്കുക എപ്പോഴും നല്ലത്, ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ക്യാനിലത് വാങ്ങിച്ച് ഒഴിച്ചതാണ്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ഒഴിക്കാം. മധുരത്തിന് ഞാൻ ഇപ്പോൾ ഹണി ഒഴിക്കുന്നില്ല, മാങ്ങ ഒക്കെ നല്ല മധുരമുള്ള. അപ്പോൾ ട്രോപ്പിക്കലാണിത്. മാങ്ങായും പൈനാപ്പിളും തേങ്ങാപ്പാൽ ഒഴിച്ച് ട്രോപ്പിക്കലായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാം. നമ്മൾ വെച്ച് സ്പിനച്ചൊക്കെ ഇടുന്നുണ്ട്. പാലക് ചീരയില്ലേ, പാലക്, അതാണിത്, അതിടാം. അടുത്തത് മാംഗോ. ഇത് ഫ്രോസൺ അല്ല, നമ്മൾ ഫ്രോസൺ അല്ലാത്ത ഫ്രഷാണ്. അതിലേക്ക് പഴം, ഇട്ടു. ഇതിലേക്ക് ഇച്ചിരി ആപ്പിൾ ജ്യൂസും കൂടെ ഒഴിക്കുക. ഒഴിച്ചു. ഹണി വേണം നിങ്ങൾക്ക് ഒഴിക്കുക. ഇത് പഴത്തിൻ്റെ മാങ്ങയുടെയൊക്കെ ഇട്ട് നല്ല മധുരം കാണും. ഒഴിക്കുന്നില്ലേ? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഫ്രോസണോ ഫ്രോസൺ അല്ലാതോ ഫ്രഷോ എന്താ വെച്ചാൽ എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാം. നമ്മുടെ ഫ്രഷ് സ്ട്രോബെറിയും പഴവും വെച്ചിട്ടാണ്. അപ്പോൾ സ്ട്രോബെറി നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴേ ഇങ്ങനെ മുറിക്കുമല്ലേ, വലിച്ചെടുക്കത്തില്ലേ. അപ്പോൾ പകുതി ഇവിടെ ഇരിക്കുമേ. അതിനെന്താ ചെയ്യണമെന്നറിയോ? ഒരു സ്ട്രോ എടുത്ത് ഇതിൻ്റെ ബാക്ക് വശം കുത്തണം. കുത്തി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇത് മൊത്തം കൂടി ഇങ്ങ് പൊളിഞ്ഞ് വരും. കണ്ടോ? ഇതാണ് എളുപ്പപ്പണി, സ്ട്രോബെറിയുടെ മോൾവശം ഊരാൻ വേണ്ടി. ഇപ്പോൾ ഇത് സ്റ്റീൽ സ്ട്രോ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് വെച്ച് ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റും. ഇതിലിട്ടും അതിൻ്റെ കൂടെ പഴം. ഇനി ഇതിലേക്ക് ആപ്പിൾ ജ്യൂസാണ്. ഡ്രസ്സുമായിട്ട് നല്ല മാച്ച് ചെയ്ത് പോകുന്ന കളർ അല്ലേ? സോ ഇത് നീ കഴിക്കണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അത് ഇതിലോട്ട് മാറ്റാം. എത്ര കളർഫുള്ളായിട്ടുള്ള പോപ്സിക്കിൾസ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴെന്നറിയോ? ഗ്രീന്, പേർപ്പിള്, റെഡ്, യെല്ലോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയില്ലേ? ഇനി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലിയോ, അവനൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ അവനും കൊടുക്കണം. അവന് ഇച്ചിരി അലർജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവനൊരെണ്ണം ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ അതടുത്ത് അവനുണ്ടാക്കി ഉണ്ടാക്കാൻ പോകും. അതിന് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ പട്ടികൾക്കൊക്കെ നല്ലതാണ്, അലർജി ഒന്നുമില്ല കേട്ടോ. അത് പീനട്ട് ബട്ടർ ഇട്ടു. അതിൻ്റെ കൂടെ പഴം കൂടി ആഡ് ചെയ്യുന്നുണ്ടേ. നമ്മുടെ ലിയോ ഒരുപാട് സാധനങ്ങൾ അലർജി ഉള്ള ആളാണ്. അപ്പോൾ അവന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം ഫുഡ് ഇട്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇട്ടു. അത് രണ്ടും മാത്രമുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യും. തൈര് ഓക്കെയാണ്. അപ്പോൾ അതും റെഡിയായി. ഇതിനിമ ഈ പോപ്സിക്കിളിൻ്റെ മോൾഡിൽ ഒഴിക്കുകയാണേ. ഇത് കണ്ടോ, ഇതിൽ ഞാൻ ഇത് ഒന്നും ഇടാഞ്ഞ എന്താ അറിയോ? ഞങ്ങളുടെ ലിയോയ്ക്കുള്ളതാണ്. ലിയോയുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ നിന്ന് കൊടുക്കാം. ചെറുതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, വലുതല്ല ഉണ്ടാക്കുന്നത്, കൊച്ചത്. ഇത് മോളുടെ കയ്യിൽ പിടിച്ചു. ഇത് പിടിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു.
2 കളർ മിക്സ് ചെയ്യാൻ പോകും. ഗ്രീനും 3 കളേഴ്സ് മിക്സ് ചെയ്യാം. പിന്നെ ഒരു പർപ്പിളും. ഓക്കെ, അതിലേക്ക് പേർപ്പിളും കൂടി ഒഴിക്കുക. അപ്പം 4 കളേഴ്സ് ആയില്ലേ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പിള്ളേർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ആവും. സ്റ്റിക്ക് ഇടണമല്ലോ. ഇത് കൊണ്ട് ഫ്രീസ് ചെയ്യാൻ പോവാം. ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ലിയോയ്ക്ക് ഉണ്ടാക്കിയത് കൂടാതെ കുറച്ചും കൂടി അവൻ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഐസ് ട്രേ ഇല്ലേ, നമ്മുടെ ഐസ് ട്രേ, അതാണത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ വെക്കാൻ പോവാണേ. ഞാനിത് കവർ ചെയ്തു. അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫ്രീസായി. മോളൊരെണ്ണം എടുത്തു. ഇനി ലിയോയ്ക്കുള്ളതും കൂടി കൊടുക്കാം. അവൻ്റെ ഫേവറേറ്റാണ്. അവനിത് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. മുഖത്തൊക്കെ ആവുന്നുണ്ട്. മൊത്തം കൂടെ കടിച്ചെടുക്കാൻ നോക്കുന്നു. സെറ്റിലിയോ ഇച്ചിരി അവൻ പിടിച്ചു മൊത്തം കൂടെ കടിച്ചെടുക്കുകയാണ്. എൻ്റെ കമ്പ് ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോകും. വലിക്കുന്ന നോക്കി മുഴുവനും കൂടെ ഊരിയെടുക്കും. അതേന്ന് വിഴുങ്ങിക്കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിച്ച് തീർക്കും നോക്കി. ഇനിമ ഞാനിത് അടച്ചു വെച്ചിരുന്നില്ല ലിയോയ്ക്കുള്ളത്, ഈ ഐസ് ട്രേയിൽ. അത് ഇളക്കിയെടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് വെക്കാം. കണ്ടോ, ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇട്ട് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് സ്നാക്കായിട്ട് അവന് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കും അവന് ഉണ്ടാക്കി വെക്കാം. എളുപ്പമല്ലേ. ഇത് മൊത്തവും കൂടെയും കൊടുത്താൽ ഇപ്പം അവൻ തിന്നേച്ച് പോകും. സ്നാക്കിന് വേണ്ടി എന്ത് വേണേലും ചെയ്യില്ല, തലകുത്തി വേണേലും നിൽക്കും. അപ്പോൾ അതെല്ലാം ഇട്ട് വെച്ച് കണ്ടില്ലേ, ഇങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെക്കാൻ, ഫ്രീസ് തന്നെ ചെയ്യണം. എഗെയിന് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്കത് എടുത്ത് ലിയോയ്ക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഏത് ഫ്ലേവറാണെന്നറിയാമോ? ബ്ലൂബെറി, ബനാന. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് തരാം. ടിൽ ദെൻ ബൈ.